ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിലെത്തും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. നിശബ്ദ പ്രചാരണം സജീവമാക്കി മുന്നണികൾ. പുതിയ കാലം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷം. ഇറാനിലെ ആണവായുധ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി ഉപയോഗം എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിക്കുന്ന റേഡിയോ നെല്ലിക്കയ്ക്ക് തുടക്കമായി. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടം ഇന്ന് രാത്രി ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് ക്രൊയേഷ്യയിലെത്തും. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ഓന്ദ്രെ പ്ലാങ്കേവിച്ചുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, കൃഷി, സംസ്കാരം, വിദ്യാഭ്യാസം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് 4 കരാറുകളിൽ ഒപ്പുവച്ചേക്കും. ക്രൊയേഷ്യൻ പ്രസിഡന്റുമായും അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. നാളെയാണ് വോട്ടെടുപ്പ്. 23-നാണ് വോട്ടെണ്ണൽ. വോട്ടെടുപ്പിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവസാന ഘട്ടത്തിലാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. നാളത്തെ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്താമ കോളേജിൽ പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിൽ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിക്കുന്നത്. സുഗമമായ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങളെയും പ്രചാരണ വിഷയങ്ങളെയും നിലമ്പൂരിലെ ജനം ഏതു വിധത്തിലാണ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് നാളെ തീർച്ചയാക്കപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ട് നിലനിർത്താനായാൽ വിജയം സുനിശ്ചിതമാണെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJP വോട്ടിൽ വലിയ കുതിപ്പുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഉറപ്പിച്ചു പറയുന്നു. 3 മുന്നണികൾക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത ശക്തിയും സ്വാധീനവും തനിക്ക് നിലമ്പൂരിലുണ്ടെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു. പ്രവേശനോത്സവം രാവിലെ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം മോഡൽ HSSൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. പുതിയ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാനും ആരോഗ്യകരമായ കൌമാരം കെട്ടിപ്പടുക്കാനും അവരെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ശിവൻകുട്ടി പറഞ്ഞു. സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള സീറ്റ് ഒഴിവ് ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കും. 23 മുതൽ 27 വരെ സേ പരീക്ഷ നടക്കും. +1 പ്രവേശനത്തിലെ സീറ്റുകളിലെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KSUവിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി കോഴിക്കോട് മേഖലാ ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. സമരക്കാരെ പിന്നീട് പോലീസ് നീക്കം ചെയ്തു. പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ എല്ലാ സ്കൂളുകളിലും വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ നടന്ന വർണ്ണശബളമായ പ്രവേശനോത്സവ പരിപാടികൾ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥതയ്ക്ക് മൂന്നാമതൊരു കക്ഷിയുടെ സഹായം സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി ഇത് വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ തുടങ്ങിയവയും ഇരുവരും ചർച്ച ചെയ്തു. ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട സംഘത്തിന്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൌത്യം ആക്സിയം 4 ഈ മാസം 22-ലേക്ക് മാറ്റിവച്ചു. ആക്സിയം സ്പേസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്തിടെ നടന്ന അറ്റകുറ്റപ്പണിക്ക് ശേഷം ഓർബിറ്റൽ ലാബിലെ പ്രവർത്തനങ്ങൾ നാസയ്ക്ക് വിലയിരുത്തുന്നതിനായാണ് വിക്ഷേപണ തീയതി വീണ്ടും മാറ്റിയത്. ഗോത്രവർഗ മേഖലയിലെ സുസ്ഥിര വികസനത്തിന് ധർത്തി ആഭ ജൻജാതീയ ഗ്രാമ ഉത്കർഷ് അഭിയാൻ പദ്ധതി നടപ്പാക്കുന്നു. കേന്ദ്ര സർക്കാർ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അരിവാൾ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൌകര്യമൊരുക്കും. വിശദാംശങ്ങളുമായി വയനാട് നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. ഗോത്രവർഗ വിഭാഗക്കാർ കൂടുതലുള്ള ആസ്പിരേഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നതുമായ ജില്ലയിലെ പട്ടികവർഗ കുടുംബങ്ങളുടെ സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുവാൻ 17 വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുവാൻ സുഗന്ധഗിരിയിൽ ട്രൈബൽ മൾട്ടിപർപ്പസ് മാർക്കറ്റ് നിർമ്മിക്കും. ആരോഗ്യ പരിരക്ഷയ്ക്കായി പോഷകാഹാര ലഭ്യത ഉറപ്പാക്കി ആവശ്യമായ ഇടങ്ങളിൽ ആരോഗ്യ സബ് സെന്ററുകൾ ആരംഭിക്കും. മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ കാര്യക്ഷമമാക്കും.
കണ്ണൂർ നഗരത്തിലും പരിസരങ്ങളിലും ഇന്നും തെരുവ് നായകളുടെ ആക്രമണം. കടിയേറ്റ 20ഓളം പേർ രാവിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. ഇന്നലെ 50ഓളം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റിരുന്നു. അതേസമയം കണ്ണൂരിൽ ഭീതി പരത്തിയ തെരുവ് നായകളെ പിടികൂടുന്നതിന് ശ്രമം ശക്തമാക്കി. പരിശീലനം നേടിയ വിദഗ്ധരുടെ സഹായത്തോടെയാണ് തെരുവ് നായകളെ പിടികൂടുന്നത്. പിടികൂടുന്ന തെരുവ് നായകളെ പടിയൂരിലെ ABC കേന്ദ്രത്തിൽ എത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനിലെ ആണവായുധ സംവിധാനങ്ങൾക്കു നേരെ ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. അതേസമയം ടെൽ അവീവിലെ ഒരു പ്രധാന ഇന്റലിജൻസ് കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ജനവാസ മേഖലയിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നതായി ഇസ്രായേൽ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 70 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 220 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇസ്രായേലിനെതിരായ ഇറാനിയൻ ആക്രമണങ്ങളിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന റേഡിയോ നെല്ലിക്കയ്ക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റേഡിയോ നെല്ലിക്ക ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ആത്മഹത്യ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം നടത്താനാണ് റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെ 4 മണിക്കൂറാണ് പരിപാടികൾ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടം ഇന്ന് രാത്രി ആരംഭിക്കും. 4 ആരാധനകളിൽ രണ്ടാമത്തേതായ അഷ്ടമി ആരാധനയും ഇന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി എത്തിയതിനു ശേഷം രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിക്കുകയും തുടർന്ന് കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചതിനു ശേഷമാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. മന്തഞ്ചേരി ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ രാശി വിളിച്ചതോടെ അക്കരെ സന്നിധാനത്തെത്തി ഇളനീർ കാവുകൾ സമർപ്പിച്ചു. രാത്രി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യും. നാളെ പുലരും വരെ ഇളനീർ അഭിഷേകമുണ്ടാകും. തുടർന്ന് ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും. ആശാപ്രവർത്തകരുടെ രാപകൽ സമരയാത്രയുടെ സമാപന റാലി തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിലേക്കാണ് റാലി നടത്തുന്നത്. മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര എല്ലാ ജില്ലകളിലൂടെയും കടന്നാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപകൽ സമരം ഇന്ന് 127 ദിവസം പൂർത്തിയാക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും നാളെ വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ DNA പരിശോധനയിലൂടെ ഇതുവരെ 177 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 24 മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് അഹമ്മദാബാദ് സിവിൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് ജോഷി മാധ്യമങ്ങളെ അറിയിച്ചു. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 74ാമത് ചരമവാർഷിക ദിനം ഇന്ന് സംസ്ഥാനത്ത് സമുചിതമായി ആചരിച്ചു. അടിച്ചമർത്തലുകൾക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ നിരന്തര പോരാട്ടങ്ങൾ നയിച്ച അയ്യങ്കാളി അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നയിച്ച പോരാട്ടങ്ങൾ ചരിത്ര സാക്ഷ്യങ്ങളാണ്. ഫയർ ഫൈറ്റിംഗ് റോബോട്ടും ബൂം ലിഫ്റ്റും ഉൾപ്പെടെ കൂടുതൽ അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങൾ സജ്ജമാക്കി സിയാൽ. പുതിയ ഉപകരണങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം സിയാൽ സെൻട്രൽ ബ്ലോക്കിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P രാജീവ് നിർവഹിച്ചു. സിയാലിൽ സമീപകാലത്ത് മാത്രം 10 മെഗാ പദ്ധതികളും 170ഓളം ചെറു പദ്ധതികളും നടപ്പിലാക്കിയതായി മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്രൊയേഷ്യയിലെത്തും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. നിശബ്ദ പ്രചാരണം സജീവമാക്കി മുന്നണികൾ. പുതിയ കാലം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷം. ഇറാനിലെ ആണവായുധ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി ഉപയോഗം എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിക്കുന്ന റേഡിയോ നെല്ലിക്കയ്ക്ക് തുടക്കമായി. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീരാട്ടം ഇന്ന് രാത്രി ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.